friends, welcome to Biyas kitchen. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഫ്രൂട്ട് പ്ലം കേക്കാണ്. ആപ്പിൾ ഫ്ലേവറിൽ പ്രത്യേകമായി കൂടുതൽ ഫ്രൂട്ട്സ് ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള മോയ്സ്ചറായ ഈ കേക്ക് ഓവനും ബീറ്ററും അതുപോലെ മുട്ടയും ഉപയോഗിക്കാതെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വെറൈറ്റി കേക്ക് കൂടുതൽ ടേസ്റ്റിൽ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. കേക്ക് തയ്യാറാക്കിയെടുക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അതിനു മുൻപായിട്ട് നമുക്ക് ഓറഞ്ച് ജസ്റ്റും അതുപോലെ തന്നെ ആപ്പിൾ പീൽ ചെയ്തൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്കത് ചെയ്തെടുക്കാം. ഇതിലേക്കായിട്ട് 4 ടീസ്പൂൺ ഓറഞ്ച് ജസ്റ്റാണ് വേണ്ടത്. അതിനനുസരിച്ച് 2 ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വൈറ്റ് പാർട്ട് വരാതെ നോക്കണം. ഇതിൻ്റെ ജസ്റ്റ് മാത്രമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് 4 ടീസ്പൂൺ ഓറഞ്ച് ജസ്റ്റാണ് ആവശ്യമുള്ളത്. അതുപോലെ നമ്മൾ തയ്യാറാക്കിയെടുത്തു. ഇനി നമുക്ക് ആപ്പിൾ ഒന്ന് പീൽ ചെയ്തെടുക്കണം. നമുക്ക് ഇതുപോലെ ഒരു മീഡിയം ആപ്പിൾ പീൽ ചെയ്തതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ആപ്പിൾ ഫ്ലേവറിലാണല്ലോ കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ അതിലേക്കാണിത്. ആപ്പിൾ പീൽ ചെയ്തെടുത്തു. ഇനി ആപ്പിൾ പീൽ ചെയ്തതിന് ശേഷം ഈ ആപ്പിളിലുള്ള ജ്യൂസ് ഒന്ന് ജസ്റ്റ് മാറ്റിയെടുക്കാം. സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിൻ്റെ ജ്യൂസ് മാറ്റിയെടുക്കുന്നത് കേക്കിലേക്ക് ചേർക്കുമ്പോൾ ഒരുപാട് കേക്ക് മോയ്സ്ചറായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലുള്ള വാട്ടർ കണ്ടന്റ് മാറ്റിയെടുക്കുന്നത്. ഇത്രയും മതി കേട്ടോ, ഒരുപാട് പ്രസ് ചെയ്യേണ്ട. അത്യാവശ്യം ജ്യൂസ് ഇതിൽ നിന്ന് മാറ്റിയെടുത്തു. ഇതിൽ നിന്ന് മാറ്റിയെടുത്ത ജ്യൂസ് നമുക്ക് കേക്ക് ബാറ്ററിലേക്ക് ചേർക്കേണ്ടതാണ്. ഇനി നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഓറഞ്ച് ജസ്റ്റും ആപ്പിൾ പീൽ ചെയ്തതും കൂടെ ഒന്ന് വിളയിച്ചെടുക്കാം. ആദ്യം നമുക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കാം. ആപ്പിളിലെ വാട്ടർ കണ്ടന്റ് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ടാണ് ഫസ്റ്റ് ആപ്പിൾ ഇട്ട് കൊടുത്തത്. ആദ്യം മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ പാൻ ചൂടാക്കിയതിന് ശേഷം വേണം ആപ്പിൾ ഇട്ട് കൊടുക്കാനായിട്ട്. ആപ്പിളിലുള്ള വാട്ടർ കണ്ടന്റ് പോയി കഴിഞ്ഞാൽ നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വിട്ടിട്ട് കട്ടകളൊക്കെ മാറി ഇത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോഴാണ് കേക്കിലേക്ക് ചേർക്കാനായിട്ട് ഏറ്റവും സ്യൂട്ടായത്. ഇതിലേക്ക് നമുക്ക് 4 ടീസ്പൂൺ ഷുഗർ ചേർക്കാം. ഷുഗർ ചേർത്തതിന് ശേഷം മീഡിയം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഓറഞ്ച് ജസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി 2 ഐറ്റംസ് കൂടെ നമുക്ക് ഷുഗറിൽ ഒരു 3 മിനിറ്റ് വിളയിച്ചെടുക്കാം. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തണുത്താറി വരാനായിട്ട് നമുക്കിതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് തണുത്താറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മൈദ ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് മൈദ ചേർത്ത് കൊടുത്തത് കേക്ക് ബാറ്ററിലേക്ക് ചേർക്കാനായിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ആപ്പിളും അതുപോലെ തന്നെ ഓറഞ്ച് ജസ്റ്റും കേക്ക് റെഡി ആയി കഴിഞ്ഞാൽ കേക്കിൻ്റെ താഴോട്ടായിട്ട് ഒന്ന് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മൈദ ചേർത്ത് കഴിഞ്ഞാൽ ഇത് എല്ലാ ഭാഗത്തോട്ട് തന്നെ സ്പ്രെഡായിട്ട് കിട്ടും, അല്ലെങ്കിൽ കേക്കിൻ്റെ താഴ്വശത്തായിട്ട് ഇങ്ങനെ വന്ന് കിടക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലോർ ഇതിലോട്ട് ചേർക്കുന്നത്. ഇവിടെ കേക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇതിനായിട്ട് റെഡ് ചെറി 1/4 കപ്പ്, ഡേറ്റ്സ് 1/4 കപ്പ്, വൈറ്റ് റൈസിൻസ് 1/4 കപ്പ്, ബ്ലാക്ക് റൈസിൻസ് 1/4 കപ്പ്. ഇനി ഇതിലേക്കായിട്ട് 4 കളർ ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇവയെല്ലാം നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. സോക്ക് ചെയ്ത് വെക്കാനായിട്ട് ഒരു വലിപ്പമുള്ളൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഡേറ്റ്സ് എടുക്കുമ്പോൾ ഒരുപാട് പഴുത്ത് പാകമായത് എടുക്കരുത്, ഇതുപോലെയുള്ളത് എടുക്കണം. വൈറ്റ് റൈസിൻസ്, ബ്ലാക്ക് റൈസിൻസ്. ഇനി ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർക്കാം. ഇനി ഇവയെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരുപാട് ടൈപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് നല്ലപോലെ മിക്സ് ആക്കി വെച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇതിൽ സാധാരണ നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് ചേർക്കുന്നത് ഓറഞ്ച് ജ്യൂസാണ്. അതിന് പകരമായിട്ട് ഞാനിവിടെ ആപ്പിൾ ജ്യൂസാണ് ചേർക്കുന്നത്. ആപ്പിൾ ജ്യൂസിലാണ് നമ്മൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തെടുക്കുന്നത്. 1 കപ്പ് ആപ്പിൾ ജ്യൂസാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. സാധാ കടകളിൽ നിന്ന് മേടിക്കുന്ന ആപ്പിൾ ജ്യൂസിൽ അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ല ബ്രാൻഡഡ് ആപ്പിൾ ജ്യൂസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചെറിയൊരു കയ്പ്പ് രസം ഉണ്ടാവും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അൽമറായി ആപ്പിൾ ജ്യൂസാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആപ്പിൾ ജ്യൂസില്ലേ, ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചിരുന്നത്, ആ ആപ്പിൾ ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഓറഞ്ച് ജസ്റ്റ് അതുപോലെ ആപ്പിള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. ഞാനിതിവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു കേക്കിൻ്റെ മെത്തേഡാണ് കാണിച്ചു തരുന്നത്. സമയമുണ്ടെങ്കിൽ നിങ്ങൾ 6 മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഫ്രൂട്ട്സ് ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്കായിട്ട് നട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്.
കാഷ്യൂനട്ട് 3 ടേബിൾ സ്പൂൺ, അതുപോലെ ബദാം 3 ടേബിൾ സ്പൂൺ, വാൾനട്ട് 3 ടേബിൾ സ്പൂൺ, പിസ്ത 3 ടേബിൾ സ്പൂൺ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ചെറിയ പീസായി കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ഫ്ലോർ ചേർക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഫ്ലോർ ചേർത്തതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ കേക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ നട്ട്സും ഇതുപോലെ താഴെ വന്ന് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫ്ലോർ ചേർക്കുന്നത്. ഇതിലേക്കായിട്ട് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് 6 ടേബിൾ സ്പൂൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അത് പാൻ ചൂടായി കഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാനായിട്ട്. ഇനി ഇത് മെൽറ്റായതിന് ശേഷം നല്ല ഡാർക്ക് കളറായതിന് ശേഷമാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല ഡാർക്ക് കളറിലാവുമ്പോഴാണ് കേക്കിന് നല്ല കളർ കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ഇങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇതിലേക്ക് അല്പാൽപമായിട്ട് ചേർക്കുന്നത്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. ടോട്ടൽ 5 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. കേക്കിന് നല്ല കളർ കിട്ടാനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ നമ്മുടെ കേക്കിന് കയ്പ്പ് രസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചെയ്യുമ്പോൾ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ചെയ്തെടുക്കേണ്ടത് ബേക്ക് ചെയ്യാനായിട്ടുള്ള പാൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതുപോലൊരു കടായി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 കപ്പ് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഇതൊന്ന് എല്ലാ ഭാഗത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അധികം ഹൈറ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു റിങ് വെച്ച് കൊടുക്കണം. ഈ റിങ് ഒരുപാട് ഹൈറ്റിലുള്ളതായിരിക്കരുത്. അപ്പോൾ ചൂട് തട്ടാനായിട്ട് അല്പം സമയമെടുക്കും. അതുകൊണ്ട് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ടും ടൈമിൽ വ്യത്യാസം വരും. അപ്പം ഇതിന് മുകളിലായിട്ട് ഞാനൊരു മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലാണ് നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. പ്രീ ഹീറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിലേക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ബാറ്റർ റെഡിയാക്കുന്നതിന് മുൻപ് വേണം കടായി ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാനായിട്ട്. കാരണം ബാറ്റർ റെഡിയാക്കി ഉടനെ തന്നെ ബേക്ക് ചെയ്തെടുക്കേണ്ടതാണ്. കേക്ക് ബാറ്റർ റെഡിയാക്കുന്നതിന് മുൻപായിട്ട് കേക്ക് മോൾഡ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം നമുക്ക് ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ബട്ടർ പുരട്ടി ഗ്രീസ് ചെയ്യരുത്. അങ്ങനെ ആയാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അല്പം എടുത്തൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സൈഡ് വശമൊക്കെ ഒന്ന് ഇതുപോലെ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഫ്ലോർ ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാനായിട്ട് 1 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്കായിട്ട് വേണ്ടത് അൺസാൾട്ടഡ് ബട്ടറാണ്. ഇത് മെൽറ്റാക്കി എടുത്തതാണ്. 6 ടേബിൾ സ്പൂണാണ് ഇതിലേക്കായിട്ട് ആവശ്യമുള്ളത്. 6 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഇതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കായിട്ട് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ജാതിക്ക പൗഡറാണ്. ഗ്രാമ്പു പൗഡർ 1/4 ടീസ്പൂൺ, ഏലക്ക പൗഡർ 1/4 ടീസ്പൂൺ, കറുകപ്പട്ടയുടെ പൊടി 1/4 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡറും ചേർക്കാം. ചുക്ക് പൊടിച്ചതില്ല, അതാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. വാനില എസൻസ് 1 ടീസ്പൂൺ. നമുക്ക് ഈ ഐറ്റംസ് എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൗഡർഡ് ഷുഗർ ചേർക്കാം. ഈ കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. 3 തവണ ആയിട്ട് അരിച്ചെടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. കണ്ടോ, അതുപോലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. അപ്പോൾ 2 തവണയും കൂടി ഞാൻ ഇത് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ 3 തവണയായിട്ട് അരിച്ചെടുത്ത് നിങ്ങൾക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഷുഗർ കാരമലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം.
ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാട്ടോ, ഞാൻ വിട്ടുപോയതാണ് ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കൊക്കോ പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് നല്ല കളറും കിട്ടും, നല്ല ഫ്ലേവർ ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. കണ്ടോ, ഫ്രൂട്ട്സ് നല്ലപോലെ സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചേർത്തുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഓറഞ്ചിൻ്റെയും അതുപോലെ ആപ്പിളിൻ്റെ ഒക്കെ ഫ്ലേവർ വരുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് ഫ്ലോർ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഈ നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഇട്ടതിന് ശേഷം ഇതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൂടെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എങ്കിലാണ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് റെഡിയാക്കി കിട്ടുള്ളൂ. പിന്നെ പ്ലം കേക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ ഇതേ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഒന്നിവിടെ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ചേർത്തിരിക്കുന്ന നട്ട്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കേക്ക് റെഡിയായി കഴിയുമ്പോൾ താഴോട്ടായിട്ടിരിക്കും, മുകൾ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണെങ്കിൽ അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മോൾഡിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കേക്ക് എന്തെങ്കിലും നട്ട്സൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വാൾനട്ടാണ് വെച്ചെടുക്കുന്നത്. മിഡിലായിട്ടൊരു ചെറിയ വെച്ചിട്ടുണ്ട്. ഈ കാഷ്യൂ നട്ട് വെച്ച് കൊടുക്കാം. ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ബേക്ക് ചെയ്യാം. കേക്ക് ബേക്കായൊന്ന് നോക്കാം. 1 മണിക്കൂർ സമയമായപ്പോൾ ഞാൻ കേക്ക് ഒന്ന് ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ കറക്റ്റ് ബേക്ക് ആയിട്ടുണ്ടായില്ല. ഒരു സ്ക്യൂസർ ഉപയോഗിച്ച് കുത്തി നോക്കിയപ്പോൾ സ്ക്യൂസർ ക്ലിയർ ആയിരുന്നു. ഇപ്പോൾ കേക്ക് കറക്റ്റ് ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് വരുന്നത് വരെ നമുക്കൊരു ടവലിട്ട് മൂടി വയ്ക്കാം. കേക്ക് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടവൽ വെച്ച് ഇതുപോലെ മൂടി വയ്ക്കുന്നത്. നല്ലപോലെ തണുത്തറി വന്നിട്ടുണ്ട്. കേക്ക് ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കേക്ക് മോൾഡിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇതിനായിട്ട് ഞാൻ അല്പം ആപ്പിൾ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. അതുപോലെ തന്നെ സൈഡും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റും, നല്ല ആപ്പിൾ ഫ്ലേവറിൽ കിട്ടുകയും ചെയ്യും.